നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഐറ്റം വേറെയുടെ കുടുംബത്തിലേക്ക് കുറച്ച് പുതിയ അതിഥികൾ വരുന്നു. ആണോ? നമുക്ക് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇന്ന് ഇത് നടക്കണം. കാര്യം ഇന്ന് രാവിലെ റിലീസായ ഒരു സിനിമയാണ്. റിലീസായി ഇത്രയും സമയത്തിനകത്ത് തന്നെ പ്രേക്ഷകരുടെ അടുത്തുനിന്ന് ഗംഭീര അഭിപ്രായം നേടിയ ഒരു സിനിമ പൊന്മാൻ. ആ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനും നമ്മുടെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആ സിനിമയുടെ 3 ഘടാഘടിയന്മാർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തിലേക്ക് വെൽക്കം ബേസിൽ ജോസഫ്. അപ്പൊ 3 പേർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു കൈയടി. ലിജോ ആൻഡ് സജിൻ ഗോപു, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൺഗ്രാറ്റുലേഷൻസ്. ഉഗ്രൻ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. പിന്നെ നിങ്ങൾ 3 പേരും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫ്ലോറിൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം. എന്താണ് പറയൂ, സിനിമയെ കുറിച്ച് പറയൂ. അതെ, മനസ്സ് തുറക്കൂ. അതെ, പറയൂ. സന്തോഷങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യൂ. നല്ല അഭിപ്രായമാണ്. തിയേറ്ററിലൊക്കെ ആൾക്കാരൊക്കെ നന്നായിട്ട് റെസ്പോൺസ് ഉണ്ട്. ഒരു കഥ ഉള്ള സിനിമ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് ആ സിനിമ സംസാരിക്കുന്നത്. സ്ത്രീധനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ അത് ഭയങ്കര കമേഴ്ഷ്യലായിട്ട് ഒരു എൻ്റർടൈനറായിട്ട് തന്നെ ഒരു പറയുന്ന ഒരു നായകൻ വേഴ്സസ് വില്ലൻ അല്ലെങ്കിൽ നായിക എന്നൊക്കെ പറയണ പോലെയുള്ള ഒരു ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയാണ്. അങ്ങനെയാണ് തിയേറ്ററിൽ നിന്നൊക്കെയുള്ള റെസ്പോൺസ്. നല്ല കയ്യടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടെയാണ്. കാരണം ഈ പറയുന്ന സ്ത്രീധനം എന്ന് പറയുന്നത് നമ്മൾ കുടുംബങ്ങളിൽ നമുക്കത് പരിചയമുള്ളവർക്കും അല്ലാത്തവർക്കും നമുക്ക് സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിഷയമാണത്. അപ്പോൾ അതിനെ വളരെ സട്ടിലായിട്ട് വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ അത് കൊടുത്തവർക്കും വാങ്ങിച്ചവർക്കും ഇനി വാങ്ങിക്കാനിരിക്കുന്നവർക്കും ഒക്കെ ഇതൊരു ചിലപ്പോൾ ഒരു സിനിമയുടെ കഥ മാറ്റി വിടല്ലേ. ഇതൊരു ഇന്ദുഗോപന്റെ നോവലും കൂടിയാണ്. അത് വളരെ ഹിറ്റായ ഒരു നോവലായിരുന്നു അല്ലേ? അതെ, 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ട് GR ഇന്ദുഗോപൻ ചേട്ടൻ എഴുതിയ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ നോവൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണ്. അപ്പം അതിനെ ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ, അദ്ദേഹം കുമ്പളങ്ങി നൈറ്റ്സും ഭ്രമയുഗം എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമകളുടെ കലാസംവിധായകനായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ്. പിന്നെ ഒരുപാട് നല്ല കുറേ ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ആൾക്കാർ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന സിനിമ കൂടെയാണ്. എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്തോഷം. ലിജോ മോൾ പറയൂ. ഞങ്ങൾ എല്ലാവരും ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഈ സിനിമ കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സിനിമയെക്കുറിച്ച്. ഇപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആളുകളും ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഉള്ള റെസ്പോൺസുകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും എന്തായാലും എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമയമുള്ള പോലെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. തീർച്ചയായിട്ടും. പിന്നെ പൊന്മാനിലെ ക്യാരക്ടറിനെ പറ്റി പറയാമോ ഞങ്ങളോട്? ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്റ്റെഫി ഗ്രാഫ്. അതാണ് ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ അല്ല. അച്ഛൻ ടെന്നീസ് പ്രാന്തനാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റെഫി ഗ്രാഫ് എന്ന് പേര് വന്നിരിക്കുന്നത്. ഇതിൽ എന്റെ ക്യാരക്ടറിന് മാത്രമല്ല, ഇതില് ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ക്യാരക്ടറിന്റെ പേര് അത് മാത്രം അത്ര സ്റ്റൈലിഷ്, അത് മാത്രം വളരെ സിമ്പിൾ. അജേഷ്. ഇത് മരിയാനോ റോബർട്ടോ. ഓ, പിന്നെയുണ്ട് ടെറൻസ് ബ്രൂണോ, ബ്രോഷ്, ചെക്ക് ദേവസി. ഇതിനെല്ലാത്തിനും മാർക്കണ്ഡേയ ശർമ്മ. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര വെറൈറ്റി പേരുകളാണ്. ഈ 4 ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ടുള്ള നോവല് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കൊല്ലത്ത് നടന്ന് ജ്യോതിഷ് ചേട്ടന്റെ ഒക്കെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് നോവലായിട്ട് വന്നത്. അപ്പൊ അതാണ് സിനിമയായിട്ട് വന്നേക്കുന്നത്. അപ്പൊ 4 ചെറുപ്പക്കാരിൽ ഒരാള് ജ്യോതിഷ് ചേട്ടനായിരുന്നു, ജ്യോതിഷ് ശങ്കറാണ്. അപ്പൊ നോവല് ഒരു സിനിമയായപ്പോൾ അതിൽ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സിനിമ ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.
ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടെ മൂന്നുപേർക്ക് സ്വാഗതം. പ്ലീസ് ഇരുന്നാട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം. അടുത്തായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് തീർച്ചയായിട്ടും. സാധാരണ ഇവിടെ കോമഡി സ്കിറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി വരികയാണ്. ഗംഗമോൾ എന്നാണ് പേര്, ഗംഗാ ശശിധരൻ. നല്ല ഉഷാറായിട്ട് വളരെ ചെറിയ പ്രായം മുതൽ വയലൻസിൽ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം ഗംഗാ ശശിധരൻ മോൾ. ഇത് ഐറ്റം വേറെ.
ഗംഗമോൾക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. അടിപൊളി, അടിപൊളി. കലക്ക് ഗംഗമോൾക്ക് മാത്രമല്ല ഫുൾ ടീമിനൊരു വലിയ കൈഡി കേട്ടോ. ഗംഭീരം, ഗംഭീരം. നമുക്ക് ആദ്യം ഇവരെല്ലാരെയും ഗംഗമോളെ അറിയാവുന്ന ബാക്കി എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര്? ഒരു വിജയകുമാർ, ആ, വൈക്കത്താണ് വീട്. നിങ്ങൾ ഒരുമിച്ചാണ് കൂടുതലും പെർഫോം ചെയ്യുന്നത്? അതെ ആണ്. ചേട്ടാ? എൻ്റെ പേര് ശ്രീകുമാർ, തൃപ്പൂണിത്തുറയാണ് വീട്. ആ, ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വൈക്കം ക്ഷേത്രകലാവടത്തിലെ അധ്യാപകനാണ്. കുട്ടിയുടെ കൂടെ ഒരു വർഷം കൂടുതലായപ്പോൾ നിരന്തരം ഇങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും വളരെ സന്തോഷം, ഈ പ്ലാറ്റ്ഫോം കിട്ടിയതിന് വളരെ സന്തോഷം. താങ്ക് യു ചേട്ടാ. വെൽക്കം. എൻ്റെ പേര് സുനിലാൽ ചേർത്തല എന്നാണ്. മോളുടെ കൂടെ ആദ്യം തൊട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റില്ല, വളരെ സന്തോഷം. നമസ്കാരം, ഞാൻ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ, ഘടം വായിക്കുന്ന ആളാണ്. ഇപ്പോൾ ഗംഗാതരംഗവുമായി ഞങ്ങളിങ്ങനെ വേൾഡ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു. മെയിൻ താരം ചേട്ടാ, തുടങ്ങിക്കോ. ഗംഗക്കുട്ടി ഗംഭീരായിരുന്നു മോളെ, പൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനർജി, നിങ്ങളുടെ ടീം മൊത്തം ഗംഭീരമായിരുന്നു. എന്തൊരു പോസിറ്റിവിറ്റി ആയിരുന്നു, ഒരു വല്ലാത്തൊരു എനർജി ഉണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് ടോട്ടലി കാണാനായിട്ട്. ഗംഗക്കുട്ടി എത്ര നാളായിട്ട് വയലിൻ പഠിച്ചു തുടങ്ങിയിട്ട്? ഞാനിപ്പോ 5 years ആയിട്ട് പഠിക്കുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 11. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ മോളെ. നമ്മുടെ ചിരിയുടെ വേദിയിലെ ഒരു സംഗീത മഴവയാണ് വന്ന് പേയിച്ചത്. അതെ, വെരി ഗുഡ് മോളെ. അടിപൊളി. പറഞ്ഞേട്ടാ? ഗംഗക്കുട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മോളെ സപ്പോർട്ട് ചെയ്ത ഈ ഓർക്കസ്ട്ര ടീമുണ്ട്. അവരുടെ ഒരു എനർജിയാണ് മോളുടെ എനർജി എന്ന് പറയുന്നത്. കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഈ ഘടകമൊക്കെ വായിക്കാനിരിക്കുന്ന ആൾക്കാർ സാധാരണ കുനിഞ്ഞ് വളരെ സീരിയസ് ആയിട്ടാണ്. പക്ഷേ ചേട്ടാ, ഉണ്ണിച്ചേട്ടാ ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യം വരുന്നത് എൻ്റെ സോങ് സെലക്ഷൻ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇതുവരെ വയലിൽ കേൾക്കാത്ത പാട്ടുകളാണ് സോങ് സെലക്ഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എന്താണോ അതെങ്ങനെ പ്രേക്ഷകർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഗംഭീരമായിട്ട് നിങ്ങൾ 5 പേരും ഇവിടെ പൊളിച്ചടിക്കുക എന്ന് പറയാം കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടില്ല മോളെ? പിന്നെ എന്തൊക്കെയാണ്? MS സുബലക്ഷ്മി ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അടിപൊളി. മോള് ഗുരുവായൂർ താമസിക്കുന്നല്ലേ? അല്ല, ഗുരുവായൂർ വീട് ഇപ്പൊ വിളയങ്കോട് മലപ്പുറം. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഏട്ടന് ഇപ്പൊ ഹോസ്റ്റലിലായോണ്ട് ഇവിടെ വീട്ടിലില്ല. വീട്ടിൽ വന്നോളാം പറ. ആണെങ്കിലും എവിടെ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ AUPS അയിരൂർ സ്കൂളിൽ. ചേട്ടനൊരു കാര്യം ചോദിച്ചോട്ടെ, കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് വയലിൻ സെലക്ട് ചെയ്തത്? ആരെങ്കിലും പേരൻസ് മോളുടെ തന്നാണോ, മോൾ ഇഷ്ടപ്പെട്ട് എടുത്താണോ വയലിൻ? ഇഷ്ടപ്പെട്ടത്. അതെന്നാ കാര്യം? ഭയങ്കര പാടല്ലേ വയലിൻസ് വായിക്കാൻ? പിന്നെ എന്നാ അങ്ങനെ എടുത്തേ? അത് അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെ വയലിൻ കേൾപ്പിച്ചിരുന്നു. ബാലഭാസ്കർ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇൻസ്പയർ ആയിട്ട് പഠിക്കാൻ തുടങ്ങി. മോളെ നമസ്കാരം. നമസ്കാരം. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഞാൻ പണ്ട് കീബോർഡൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, വയലിൻ ശ്രമിച്ചിട്ട് നമ്മൾ ഈ പറയണ പോലെ മോള് ഇത് നോക്കാണ്ടാ വായിച്ചുകൊണ്ടിരിക്കണം. മൊത്തം മുഖത്ത് ആ ചിരിയും ഉണ്ട്. അതെ, എന്തൊക്കെയോ വായിക്കുന്നത്. 10 കൈവിരലൊക്കെ ഉള്ള പോലെയാണ് വായിക്കുന്നത്. ഇങ്ങനെ ഓടിക്കുന്നതൊക്കെ. നമ്മളൊക്കെയാണ് വായിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് 2, 3 ഇപ്പുറത്തെ കൈയെടുത്ത് അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വയലിൻ വായിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാലപാഠം പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അതൊക്കെ നിർത്തിയതാണ്. പക്ഷെ മോൾ 5 വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയും പ്രൊഫഷണലായിട്ടും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടും ഇവിടെ നിന്ന് വായിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. 11ാം വയസ്സിൽ തന്നെ ഇത്രയും വലിയൊരു സ്റ്റേജിലെത്തുന്നു, ഇത്രയും വലിയ അവാർഡുകൾ കിട്ടുന്നു. അത് വലിയ കാര്യം തന്നെയാണ്. ലോങ് വേ ടു ഗോ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത നിങ്ങളും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ്. നിങ്ങളുടെയൊക്കെ മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. അത് നമുക്കും ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് മുമ്പോട്ട് പോകാൻ പറ്റും. മോളെ വളരെ നന്നായിരുന്നു. ഞാനിങ്ങനെ അതിശയത്തോടെ നോക്കിയത് മോൾ എത്ര ഒരു പേടിയില്ലാണ്ട് വളരെ എൻജോയ് ചെയ്താണ് അത് വായിച്ചത്. പക്ഷെ അത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വളരെ ഈസി ആണല്ലോ എന്ന്. പക്ഷെ അത് പഠിക്കുന്നവർക്കറിയാം എത്ര ബുദ്ധിമുട്ടാണെന്ന്. മോള് വളരെ വളരെ എൻജോയ് ചെയ്തു. മോള് മാത്രമല്ല, കൂടെയുള്ള എല്ലാവരും വളരെ നന്നായി സപ്പോർട്ട് ചെയ്തു. മോള് ഭാവിയിൽ ഒരു വലിയ, എല്ലാവരും അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ആർട്ടിസ്റ്റായിട്ട് മാറട്ടെ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. സജിൻ ബ്രോ. ഹായ് മോളെ. ഹായ്. അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായില്ല. സ്റ്റക്കായിട്ടിരിക്കുക. ഒരു രക്ഷയില്ല. നിങ്ങളുടെ ടീം എല്ലാവരും, ചേട്ടന്മാരൊക്കെ ഒരു രക്ഷയില്ല. പൊളിയായിരുന്നു. ഇനി മുന്നോട്ട് അടിപൊളിയായിട്ട് പോട്ടെ. നമുക്കൊരു പാട്ട് പോലും മര്യാദക്ക് പാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് മോളിതിൽ വേറെ പരിപാടി. എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ടോട്ടെ. സൂപ്പറായിരുന്നു. താങ്ക് യു സജിൻ ബ്രോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വക ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ബാലവർക്സ് ചേട്ടനെ അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ചേട്ടൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഒരുപാട് വലിയ വലിയ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ മോൾക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മളെല്ലാവരും വിഷയമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഗംഗമുഖം നല്ല കഴിയും കേട്ടോ.
അയ്യോ അല്ല ചേട്ടാ അങ്ങനെ ഓടിക്കേറരുത് എന്നെ ഞാൻ കൊടുത്തില്ല മറ്റേതല്ലേ ഏത്? ബേസിൽ എഫക്ട് ബേസിൽ യൂണിവേഴ്സ് ഞാൻ കൊടുത്തില്ല കൊടുക്കോ എന്നാ ഞാനും കൊടുക്കും അല്ല നിങ്ങൾ ആരാന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല അല്ല ഇതെന്റെ ഭാര്യ, ഇതെന്റെ ഭർത്താവ്. അല്ല ഭർത്താവ് വരുമ്പോ ഭാര്യ വരുമല്ലോ അത് വിട് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അല്ലല്ല ഭർത്താവ് വരുമ്പോ ഭാര്യ വരത്തില്ല. ഇങ്ങനെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചോച്ച വിളിച്ചോണ്ട് വരാൻ നിന്നതാ. ഞാൻ കയ്യോടെ പിടികൂടി ഞാനിങ്ങനെ വന്നാലോ എന്തോന്ന് കണ്ണി കിടന്ന് ചോച്ച കറക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ കിടന്ന വഴക്ക് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് പറ. ഇവിടെ എന്താ വന്നേന്ന് വെച്ചാലേ ഞങ്ങള് മോനെ ബേസിൽ മോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഈ പുള്ളിക്കാരനെങ്കിൽ ബേസിലിന്റെ ഭയങ്കര ഫാനാ. ബേസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ. ബേസലിന്റെ എല്ലാ പടവും ഞാൻ കുത്തിയിരുന്ന് അങ്ങ് കാണും. ഓ സന്തോഷം. ബേസലിന്റെ അഭിനയത്തെക്കഞ്ഞും കൂടുതൽ എനിക്ക് ഇഷ്ടം ബേസലിന്റെ ഡയറക്ഷൻ. ഓഹോ. അത് സസൂക്ഷ്മം ഞാൻ നിരീക്ഷിച്ചിരുന്നു കുത്തിയിരുന്ന് ശരിക്കും കാണും. അപ്പം അങ്ങനെയാണെങ്കിൽ ബേസിൽ ബ്രോ സംവിധാനം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? യോധ. അതിൻ്റെ അകത്ത് അപ്പുക്കുട്ടനും ഒരു പൂച്ച ഉണ്ടല്ലോ, വെമ്പൂച്ചയോ അവരെ കൂട്ടി നടത്തുന്ന ഒരു കോമഡി ഇല്ലേ, അതൊക്കെ എന്ത് യോധയാണോ? യോധ അതങ്ങനെ കണ്ണി കിടന്ന് മറ്റേ ചോച്ച കിടന്ന് കറങ്ങി എന്തോന്ന് ഗോത എന്ന് പറയാൻ പറഞ്ഞപ്പോ യോധ എന്നാന്ന് പറയുന്നത്. ഇങ്ങനെ സിനിമയൊന്നും കാണത്തില്ലെന്നേ. എന്നെ കെട്ടിയ കാലത്തും കണ്ട ഒരു സിനിമ കണ്ടതാ. ഏതായിരുന്നു? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് കെട്ടോട് കൂടി ആ കൊച്ചു കൊച്ചു സന്തോഷം അങ്ങ് പോയി. ബേസിലെ ഞങ്ങൾ വന്ന എന്താന്ന് വെച്ചാലേ എനിക്ക് 2 ആമ്പിള്ളേരാ ഉള്ളത്. അതിൽ മൂത്ത കൊച്ചെന്ന് പറഞ്ഞാലേ മക്കളെങ്ങനെ സിനിമയെ വന്നത്? ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തു. അത് തന്നെ ഇവനാണെങ്കിൽ ഷോർട്ട് ഫിലിം അങ്ങ് എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ ബേസിലേട്ടന്റെ പാത പിന്തുടർന്ന് ഞാനങ്ങ് സിനിമയെ കയറുമെന്നാ പറയുന്നത്. ഇവൻ ഷോർട്ട് ഫിലിം എടുക്കും, അതിയാനിരുന്നു തുമ്മാനും തുടങ്ങും. ഞാൻ മുട്ട കൈ ഊന്നിയ ഒരു ദിവസം തുമ്മിട്ട് എന്റെ മൂക്ക് വരെ തെറിച്ചു പോയി. ഫെവിക്വിക്ക് വെച്ച് ഒത്തിച്ചു വെച്ചേക്കും. ചില ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യത്തില്ലേ, ഞാൻ കുത്തിയിരുന്ന തുമ്മും. ഇനി ഈ ചെറുക്കൻ ഷോർട്ട് ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ തുമ്മിച്ചൻ തുമ്മിച്ചാവും. അപ്പൊ അതുകൊണ്ട് ഇനി അവൻ ഷോർട്ട് ഫിലിം ഇറക്കരുത്. അതിനോട് മോൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? മോൻ അവനെ ഒന്ന് വിളിച്ചൊന്ന് ഉപദേശിക്കണം. നമുക്ക് പറ്റിയ പണിയല്ല ഇതെന്ന് പറയണം. ഇനി അഥവാ അവൻ അങ്ങ് വാശി പിടിക്കുവാണെങ്കിൽ കുഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയാണ് മക്കൾ ഈ സിനിമയിൽ വന്നെന്നുള്ള ട്രിക്ക് അവനൊന്ന് പറഞ്ഞു കൊടുക്കണം. ആ ട്രിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണം അവന്റെ കിർക്കൊന്ന് മാറാൻ. പിന്നെ ഞങ്ങളുടെ മോനെ പ്രാന്ത് വന്ന എങ്ങനെയാണെന്നറിയോ? ഇങ്ങർക്കും ഉണ്ടാ പ്രാന്ത്. എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് വലിയ ഭ്രാന്തായിരുന്നു. ഭ്രാന്തെന്നാണോ നീ പറഞ്ഞ? സിനിമ ഭ്രാന്തെന്നാണോ? രണ്ടും ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഈ അന്നൊക്കെ ഈ ആൾക്കാർ സിനിമയ്ക്ക് അഭിനയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോടമ്പക്കത്ത് പോയിട്ട് പൈപ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സിനിമാടനാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ ബസ് കാശും കൊടുത്ത് നേരെ കോടമ്പാക്കത്തിന് നിന്ന് എന്റെ കഷ്ടകാലത്തിന് അവിടെ ചെല്ലും. അവിടെ വെള്ളപ്പൊക്കമായിരുന്നു. പൈപ്പെല്ലാം മൂടി ഈ കനത്തിൽ വെള്ളം. അങ്ങനെ പൈപ്പ് വെള്ളം കുടിക്കും. ഇത്രയും പൈസ കൊടുത്ത് വന്നതാണല്ലോ എന്നോർത്ത് ഞാൻ ഒരു മുങ്ങാങ്കുഴി പൈപ്പ് തുറന്ന് വെള്ളം കുടിച്ചു. സിനിമയെ വിളിച്ചു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. കോളറയായിരുന്നു. ഈ പൈപ്പ് വെള്ളത്തിലൂടെ ചെളിവെള്ളോടെ കയറി അകത്ത് അങ്ങനെ പറ്റി. ആ കോളറ സമയത്ത് ഇവിടെ കെട്ടിയത്. അത് നിങ്ങളെ കോളറ സമയത്ത് എന്നെ കെട്ടി? അവിടെ എല്ലാം ഒന്നിച്ച് വന്നപ്പോൾ ബേസിലെ മോനെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് വേണം, അവിടെ ഒരു ബാറ്റ് വേണം, 2-3 ബോൾ വേണം, കളിക്കാനുള്ള ആൾക്കാർ വേണം എന്നുള്ളതാണോ അതൊക്കെ? ക്രിക്കറ്റ് കളിക്കാറുണ്ട്. കളിക്കാറുണ്ട്. ഭ്രാന്താ. ക്രിക്കറ്റ് ഭ്രാന്താ? മോനും ഭ്രാന്താ. മക്കളെ എന്നാ ഇവിടെ ഒരു ക്രിക്കറ്റ് കളിച്ച് കാണിക്കോ? അന്നമ്മ ചേച്ചിയുടെ ഒരു ആഗ്രഹമല്ലേ കളി? ഞങ്ങളുടെ ആഗ്രഹമാണ്. അയ്യോ സിനിമ നടന്നില്ലയോ? അഭിനയിച്ചാ മതി. ഇത് ഗ്രൗണ്ട് ആണല്ലേ? മോന്റെ കൈ ബാറ്റുണ്ട് ആണല്ലേ? സജി മോനെ ഒന്ന് ബോളറിയോ? മക്കള് വേണമെങ്കിൽ കീപ്പറാക്കി വേണേ ഞങ്ങള് 3 പേരുടെ സ്റ്റമ്പായിട്ട് നിൽക്കാം. വേണോ? ഞാൻ ഈ മൈക്കൊക്കെ പിടിച്ച് ഞാൻ ഈ സൈഡിലോട്ട്. അത് ക്രിക്കറ്റിലില്ല. അതില്ല. ശ്രദ്ധിക്കണ്ടേ? കൊച്ചു ക്യാച്ച് എടുത്തായിരുന്നു. എന്റെ ഷോട്ടാ മിസ്സായി പോയത്. സന്തോഷമായില്ലേ? സന്തോഷമായി. പിന്നെ ഞാൻ പറയല്ലേ, ഞങ്ങൾക്ക് 2 പിള്ളേരാന്ന് പറഞ്ഞു. അതിൽ ഇളയാളാണ് ഉണ്ണിക്കുട്ടൻ. അവന് കാഴ്ചക്ക് കുറച്ച് പ്രശ്നമുള്ള ആളാണ്. പക്ഷെ അവന്റെ ഉള്ളിൽ നിറയെ ബേസിലാ. അപ്പൊ അവന് ബേസിലിനെ ഒന്ന് കാണണം. ബേസിലിനെ അവൻ നന്നായിട്ട് അനുകരിക്കും. ഞാൻ അവനെ ഒന്ന് വിളിച്ചോട്ടെ. വിളിച്ചോ മോനെ കയറിവാടാ. ബേസിൽ ഇവിടെ നിപ്പുണ്ട് തൊട്ടടുത്ത്. മക്കള് ബേസിൽ എഫക്ട് ഇടണ്ട, ഒരു കൈ കൊടു. കൈ വിട്.
ശരിക്കും ഉണ്ണിക്കണ്ണ മക്കളുടെ തൊട്ടടുത്തുണ്ട് ബേസിലിയേട്ടെ Okay. കേട്ടാ ഇവനെ മറ്റേ ജയ ജയ ഹേ ഇല്ലേ അതിലെ ഡയലോഗ് ഒക്കെ ഇവൻ പറയും. ആ മക്കളൊന്ന് പറഞ്ഞേടാ. എവിടെയെങ്കിലും ഭർത്താവ് ഭാര്യ ഡൈവേഴ്സ് ചെയ്തിട്ട് ഭർത്താവ് സന്തോഷമായിട്ട് ജീവിക്കണുണ്ടോ? ഭാര്യമാരെ ഹാപ്പി ആയിരിക്കും. എന്താണെന്നറിയോ, പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പറ്റൂല. നമുക്ക് അവരില്ല, പറ്റില്ല. നീ എന്നെ ഒരു ചവിട്ടിയെന്ന് വിചാരിച്ച് നീ വലിയ ആളായെന്ന് വിചാരിച്ചാ നിനക്ക് എന്നെ അടിക്കണോ? എന്നെ അടി. നീ ഇവിടെ കിടന്ന് ഉരുളുവേ, മൂക്കാമണ്ണ അടിക്കാൻ പൊട്ടിക്കും. അടിപൊളി അടിപൊളി. ഒരെണ്ണം പാടാണെങ്കിലും ഒന്ന് നല്ലതാ. ഉണ്ണിക്കണ്ണ അടിപൊളി അടിപൊളിയാ. ഉണ്ണിക്കണ്ണ അടുത്തുണ്ടോ? നുണക്കുടി സിനിമയിലെ ഉണ്ടോ? അത് ഡയലോഗ് പഠിച്ചു തരുന്നേ ഉള്ളു. അപ്പോൾ അത് എന്നാലും പറഞ്ഞു. എന്റെ ബോളെ ഞാൻ ഒന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇൻകം ടാക്സിലുള്ള എല്ലാവരും ഡീസന്റാ. അയാളത് കാണത്തില്ല. അയാൾക്ക് എനിക്കറിയാം. അയാളെ കണ്ടാലേ അറിയാം ഡീസന്റാ. അടിപൊളി കേട്ടോ. വേറെ ഏതൊക്കെയാണ് ചെയ്യുന്നത്? ഇനി കുറച്ച് സിനിമ താരങ്ങൾ നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ തന്നെ എല്ലാമായിട്ടുള്ള മിഥുൻ ചേട്ടൻ, മിഥുന്റെ വോയിസ്. അദ്ദേഹത്തിന് കോമഡി ഉത്സവത്തിൽ എല്ലാവർക്കും സ്വാഗതം. തിരിച്ചാട്ട് ഒരുപാട് ഉത്സവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 100-ലധികം കലാകാരന്മാരെ നമ്മുടെ ഈ ഒരു വേദിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളത് തന്നെ നമ്മുടെ ഒരു വലിയ നേട്ടമായിട്ട് കാണുകയാണ്. വിജയ് ചെയ്യില്ലേ? അദ്ദേഹം ലൈവായിട്ട് സ്റ്റേജിൽ വരുമ്പോൾ ഉള്ളത് நெஞ்சில் குடியிருக்கும் எனது அன்பான ரசிகர்களுக்கும் என்னுடைய நண்பர்களுக்கும் என்னுடைய வணக்கங்க. இல்லை நீங்கள் எல்லாரும் சொல்கிறாங்க என்ன வந்து பார்க்குறதுக்கு ரொம்ப பெரிய சான்ஸ் அப்படி இப்படின்னு. நான் ரொம்ப சாதாரணமான ஒரு மனுஷன், அளவுதெல்லாம் இருக்காது. ஸோ தேங்க்யூ. இல்லாட்டும் விசேஷத்துக்கு ரொம்ப ரொம்ப தேங்க்ஸ். പ്രണവ് മോഹൻലാൽ ആ ചേട്ടൻ്റെ സൗണ്ട്. ദർശന, നീ മുടി ഇങ്ങനെ കെട്ടി വെക്കണ്ട, അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് നിനക്ക് അടിപൊളിയായിരിക്കും. അടുത്തായി സഞ്ജു സാംസൺ. അദ്ദേഹത്തിന് ഉണ്ടാവരുന്നു ചേട്ടാ. സത്യം പറഞ്ഞാൽ സ്വപ്നം പ്രിയലാവുന്നതാണ്. പിന്നെ ഒരുപാട് സന്തോഷം ചേട്ടാ. സച്ചിൻ പന്നെ വിരാട് ബാറ്റിംഗ് ഒക്കെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ബോൾ നോക്കാറില്ല ചേട്ടാ. ബോൾ നോക്കിയാൽ വലിച്ചവർ അടിക്കാൻ. ഈ ഡയലോഗ്സ് എങ്ങനെ പഠിച്ചത്? സിനിമ എത്ര പ്രാവശ്യം കണ്ടു? ജയ ജയ എത്ര പ്രാവശ്യം കണ്ടു? ജയ ജയ എനിക്ക് ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിലേട്ടനെ. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെ ഈ ഒരു സൗണ്ട് അനുകരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ജോജു ചേട്ടന്റെ സൗണ്ട് എന്ന് പറയാം. ആലപ്പാട് വർഗസിന് മോളതുണ്ടാ എന്നിട്ടും തൊഴുതേര് എന്നെ പോകാനുള്ള പടത്തിനാ. ഓരോ പെരുന്നാളിനെ പോയി കളിക്കും. അടുത്ത പെരുന്നാളിനെ ഇവിടെ കൈ പിടിച്ച് പള്ളിപ്പറമ്പടയിൽ നടക്കുന്നത്. എല്ലാം വെറുതെയാണ്ടാ, എല്ലാം വെറുതെയാ. ഇവളെന്റെ അറിയില്ല, ഇവക്ക് ഞാൻ ആരുമില്ല. അവൻ പോയലടാ, പിന്നെ ചവിട്ടിയാ. അവൻ പോയലടാ, പിന്നെ എന്തിനാ ചവിട്ടിയാ? കൊല്ലരുതെന്നോ? എന്റെ ചങ്കട പറിച്ചെടുത്ത് എടുത്ത് കൊല്ലരുതെന്നോ? ഉണ്ണിമൂന്നിനെ ഇപ്പൊ ഇമിറ്റേറ്റ് ചെയ്യുന്ന കേട്ടു ലേറ്റസ്റ്റ് ആയിട്ട്. അതെ അതെ, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോ മാളികപ്പുറത്തിന് ശബരിമലയിൽ പോകണം അല്ലേ? വഴിയുണ്ടാക്കാം. ഇതൊക്കെ വലിയ റിസ്ക്കുള്ള കാര്യമാണ് സ്വാമി. ഒന്നുമില്ലെങ്കിലും കെട്ടിത്തൂക്കി ഇത്ര ദൂരം വന്നാലേ എന്നിട്ടിപ്പോൾ എന്തായി സ്വാമി? ആരിപ്പോൾ മുകളിൽ കെട്ടണമെന്ന് മൂപ്പര് തീരുമാനിക്കും. ആ 2 കുട്ടികൾ മല കയറണം എന്നുള്ളത് മൂപ്പരുടെ തീരുമാനമാണ്. മാളികപ്പുറം അയ്യപ്പനെ കണ്ടിരിക്കും. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബേസി ചോദിക്കാം. ബേസി ബ്രോ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും എൻ്റെ സൗണ്ട് അങ്ങനെ അധികാരം അനുകരിച്ച് ഞാൻ കേട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് നിന്ന് തന്നെ അത് കേട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാതും എസ്പെഷ്യലി സഞ്ജുവിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നത്? എന്നെ ശരിക്കും പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ മിമിക്രിയിൽ എന്നെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഒരു മിമിക്സ് ട്രൂപ്പിൽ പോകുന്നുണ്ട്, ട്രിവാൻഡ്രം മാഗ്നറ്റോ. അപ്പോൾ അതിൻ്റെ ഓണറും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള സെന്തിൽ ചിറങ്കീഴ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. സെന്തിൽ വളരെ ഫേമസ് മിമിക്രിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് എന്നെ പഠിപ്പിക്കുന്നത് മിമിക്രി. അപ്പോൾ സെന്തിൽ സാറിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് നന്നായിട്ട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. ഒരുപാട് സ്റ്റേജുകൾ ഇതുപോലെ കീഴടക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഏതായാലും ഞങ്ങളുടെ മോന്റെ പ്രകടനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. തീർച്ചയായിട്ടും മൂത്തവനെ കൊണ്ട് തുമ്മലാണെങ്കിൽ ഇവനെ കൊണ്ട് കൈഡി കിട്ടുന്നുണ്ട്. നല്ല കൈഡി കിട്ടുന്നുണ്ട്. ബേസിൽ ഈ സംവിധാന രംഗത്തും അഭിനയ രംഗത്തും വിജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബേസിലിന് നല്ല ബേസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മൂത്ത മോനുണ്ടല്ലോ, അവന് ബേസ് ഇല്ല, അവന് ബാസ. അമ്മേ ചോറ് ശരിയല്ലേ? വെച്ചിട്ടുണ്ട് ഞാന്. പോങ്ങോട്ട് കണ്ണി കിടന്ന് ശോശയും മോളെയും കറങ്ങുന്നു. പോ നടക്ക്. ഒരു
ഒരു പ്രത്യേക ഫാമിലി അല്ലേ? ഇതേപോലല്ല ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾ ഡീസന്റ് ആണ്. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടെ 3 പേർക്ക് സ്വാഗതം. പ്ലീസ് ഇരുന്നാട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലെ അടുത്ത ടീമിനെ വിളിക്കട്ടെ. സുധീഷ് ഉണ്ട്, ബിജേട്ടനുണ്ട്, കൂടെ ദീപ്തി. വെൽക്കം. പരിപാടിയാ മാമയെ കാണിച്ചത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ കൊച്ചിനോർക്ക്. കൊച്ചോണെന്നാ കൊച്ചാണെന്നാ അവിടെ എങ്ങനെ കൊണ്ട് കളാ. അയ്യോ നീല പറഞ്ഞ അടുക്കളപ്പുറത്തെക്കാണ്ട കൊണ്ട് കളയാൻ. കൊച്ചിനെ കൊണ്ട് കളയാനല്ല, ഈ ചാക്കിട്ട് അവിടെ എങ്ങനെ കൊണ്ട് കളയാ. മാമനത് എന്തിന്റെ കേടാണ്? നിന്റെ അച്ഛനും അമ്മ എങ്ങടെ കൊച്ചിലെ എന്റെ ഉള്ളം കൈയിലോട്ട് വെച്ച് തന്നിട്ട് ഒരു പോക്ക് പോയി അവര്. എന്റെ അച്ഛൻ ഡെലിവറി പോയായിരുന്നല്ലേ ഉള്ളം കയ്യിൽ വെച്ച് തന്നിട്ട് പോവാ. അല്ല അതല്ല പറഞ്ഞത്, വെച്ച് തന്നിട്ട് പോയി. ആ മാമൻ പെണ്ണ് കെട്ടാതെ നിന്നെ ഊട്ടി വളർത്തി, അറിയാമോ? ഊട്ടിയിലൊന്നും വിട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്നെ ഇവിടെ സർക്കാർ. നിന്നെ ഊട്ടി വളർത്തിയെന്ന് പറയാൻ 4 നേരം ഞം തിന്നാൻ തന്നാ. അങ്ങനെ വളർത്തി വലുതാക്കി നിന്നെ ഒരുത്തന്റെ വീട്ടിൽ കെട്ടിച്ചയച്ച് അവിടെ ചെന്ന് അവനുമായിട്ട് എന്തോ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ട് നിറവേറുമായിട്ട് നീ ഈ വീട്ടിൽ വീണ്ടും വന്ന് കയറി. മാമാ ഞാൻ നിറ പറയുന്ന കൊണ്ടെന്നില്ല, ഞാൻ ഒറ്റക്ക് ഇങ്ങോട്ട് കയറി വന്ന. നിറ പറയുന്നല്ല, നിറവയറുമായിട്ട് 9ാമത്തെ മാസം നീ ഈ വീട്ടിൽ വന്ന് കയറിയാ. കൊച്ചിന് എത്ര മാസമായി? 6 മാസമായി. ഈ കൊച്ചിന്റെ മുഖം കാണാനെങ്കിലും അവൃത്തി കേട്ടോ വന്നാ വന്നില്ലല്ല. അതെ നമുക്ക് പറഞ്ഞു കോംപ്രമൈസ് എന്നുള്ള വാക്ക് മാത്രം മിണ്ടിപ്പോകരുത്. ഞാൻ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോഴേ അവന്റെ ഇളയ മാമൻ മാത്രം എന്നെ ബഹുമാനിച്ചില്ല, അറിയാമോ? അപ്പൊ നാളെ രാവിലെ അഡ്വക്കേറ്റ് വരും, വക്കീൽ നോട്ടീസ് എഴുതും, 4 പാത്രം പിരിച്ച് മാമൻ കൈ തരും. അല്ല അതെങ്ങനെ ശരിയാവും? എനിക്ക് നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങണ്ടേ? ഈ കൊച്ചിനാര് നോക്കൂന്ന് ഓർത്തിട്ടാണ്. മാമ ഞാൻ മോഹനേട്ടന്റെ വീട്ടിൽ പോയി അവിടെ അമ്മയും ചേച്ചിയൊക്കെ അവര് നോക്കിക്കോളൂല്ലേ? ഒരു പട്ടികൾ എന്റെ ശാശക്കാരിയുടെ കൊച്ചിനെ നോക്കണ്ട, മാമൻ നോക്കും. മാമൻ ചാമണവരെ മാമൻ നോക്കും, അറിയാമോ നിനക്ക്? മാമന് വയസ്സും പ്രായമൊക്കെ ആയില്ലേ? അതറിയാല്ല. ആ ഒരു ഓർമ്മയെങ്കിലും നിനക്ക് വേണം. മാമ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞു മാമൻ തത്തേ. മാമ നീ എന്തോടെ പറഞ്ഞു കൊല്ലിക്കണത്? ആ കൊച്ചിന്റെ കീറ്റല് കാരണം രാത്രി ഉറങ്ങാൻ നിവൃത്തിയില്ല. മറ്റേ ഇതുവരെ കിടന്ന് ഉറങ്ങിക്കോ. അതുകൊണ്ട് ജോലി ചെയ്യാൻ വയ്യ മാമന്. ഞാൻ ഒരു ഹോം നേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങളൊന്നും ചെയ്യൂല. ഹോം നേഴ്സ് വരുമോ ഇന്ന്? ഹോം നേഴ്സ് വരും. അപ്പൊ അതിന്റെ പൈസ എങ്ങടാ ഞാൻ കൊടുക്കണം? ഹോം നേഴ്സ് വരണേന് മുമ്പ് ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം. കനവില്ലല്ലേ? അയ്യോ ഓരോരുത്തന്മാരുടെ നോട്ടം കാണും. എന്തോ നോട്ടമാ നോക്കുന്ന മനുഷ്യൻ നിന്ന നിപ്പി ഉരുകിപ്പോവും. ജീവ മനസ്സിലായ? എടാ മോഹനെ. നീയായിരുന്നോ മായയുടെ ഭർത്താവ്? പിന്നെ നീ പറഞ്ഞിട്ടാണ് ഈ ഗെറ്റപ്പിൽ ഹോം നേഴ്സ് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത്. ആ കിളവനങ്ങാനം കണ്ടു കഴിഞ്ഞാൽ എല്ലാം പൊളിയും. കിളവൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഓ ഞാൻ വിളിക്കാം. ആരുമില്ലേ ഇവിടെ? അയ്യോ ശീലാമ്മ. ആരുമില്ലേ ഇവിടെ? 6:30 അല്ലടാ 7:30. ആവശ്യമില്ല അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേ. ആരാ? മോഹനൻ. മോഹിനി ഒരു വള്ളിയിടാൻ മറന്നു പോയതാ. മോഹിനി? അതെ, എന്റെ മോള് പറഞ്ഞായിരുന്നു കേട്ടാ, കൊച്ചിനെ നോക്കാൻ വേണ്ടി ഒരു നേഴ്സ് വരൂ. അത് തന്നെ, ഞാനാണ് ഹോം നേഴ്സ്. ആരാണ്? ഞാൻ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി അടക്കുന്ന കാരണവനാണ്. മൂത്തത് നല്ല മൂത്തേക്ക് തന്നെ. ആ കൈയൊന്ന് തരുമോ? എന്താ? ഇങ്ങനെയുള്ള ഒരു ഹോം നേഴ്സിനെയാണ് ഞങ്ങൾ നോക്കി നടന്നത്. കൂടുതൽ ടാട്ടണ്ട, ഒരുപാട് ക്ഷീണിച്ചതൊക്കെ ചെറിയ സെറ്റപ്പിൽ മോഹിനി നടന്ന് ക്ഷീണിച്ചൊക്കെ അല്ലേ വന്നത്. കുടിക്കാൻ എന്തോ വേണം. തണുത്തൊരു ബീർ കിട്ടിയ സൂപ്പർ. എന്തിനു പറഞ്ഞ? കുഞ്ഞൊരു ടെഡി ബിയർ കിട്ടിയ കൊച്ചിനെ കളിപ്പിക്കാലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടെഡി ബിയർ തോണ്ട കിടക്കയല്ലേ, എടുത്ത് കളിപ്പീരങ്ങോട്ട്. ടെഡി ബിയർ ദൈവമേ, ഒരു സൈഡീന്ന് തുടങ്ങിയല്ലോ. ആപ്പിള് മേളീന്ന് വല്ലം വന്ന് വീണതായിരിക്കും. ഇങ്ങനെ ഈ ആഴ്ച ഇനി ചോദ്യം പറച്ചിലൊന്നുമില്ല. അതിങ്ങി താ, നമ്മളൊന്ന് സെറ്റപ്പ് ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ആപ്പിള് കണ്ട കാലം മറന്നിയ കടിച്ച ഷെയ്പ്പ് അങ്ങ് കളഞ്ഞിനി ഞാൻ എന്തോ ചെയ്യും.
എന്നാലും ഇവിടെ ഒരു ആപ്പിള് മിനിറ്റ്. ഇവിടെ ഇവൻ പറഞ്ഞ പോലെ വിമാനത്തിൽ നിന്ന് വല്ലതും വീഴാൻ സാധ്യത ഉണ്ടാ? മോഹിനി എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ നോക്കി കരഞ്ഞു ഇവിടെ കിടന്നു. വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയതാ. ഒരു സൈഡ് ഓക്കെ ആയിരുന്നു, ഒരു സൈഡ് ഓക്കെ അല്ല. ഞാൻ പക്ഷെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈഡ് ഓക്കെ അല്ലാതെ ഞാൻ ലോൺ എടുത്ത് ഉടനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓ, എന്താ ഞാനിവിടെ ഒരു തേങ്ങ പൊട്ടി ചോദിച്ചിട്ട് ഒരു മുറി തേങ്ങ എവിടെ? അത് എന്നോട് ചോദിക്കുന്നതിന് എന്തിനാ? എനിക്കറിയില്ല. ഒരു ആപ്പിള് വീഴുന്നു, അടുക്കളയിൽ നിന്ന് ഒരു തേങ്ങാമുറി മിസ്സാവുന്നു. ആ അവിടെ കിട്ടി. എന്താന്ന്? ആ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ സംഭവം അല്ല. പെട്ടെന്നുള്ള രീതിയില് പെട്ടെന്നുള്ള രീതിയില് സോറി. ഒരു എലി തേങ്ങാമുറി എടുത്തോണ്ട് പോയതിന് കുട്ടി എന്തിനു സോറി പറയണോ എന്റെ അടുത്ത്? എലിയാ? ഇവിടെ ഒരു മുട്ട എലിയുണ്ട്. ഒരു ആപ്പിൾ നേരത്തെ കടിച്ചോണ്ടിട്ടില്ലേ, അതുപോലെ ഒരു തേങ്ങാമുറി കടിച്ചെടുത്തോണ്ട് പോയി. കിഴങ്ങൻ. കിഴങ്ങൻ ഞാൻ എടുത്തോണ്ട് പോയി. ആരോട് ഞാൻ പറയണത് മാമ? അപ്പൊ ഒരു 3-4 മാസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ മോഹിനി കല്യാണം ഒന്നും കഴിച്ചില്ലായിരുന്നു? അത് ആദ്യം ഒരാളെ ഞാൻ കെട്ടി. സമ്പത്തൊന്നും ഇല്ല. പുള്ളി അവസാനം എന്നെ കളഞ്ഞിട്ട് അങ്ങ് പോയി. ഇനി നല്ല സമ്പത്ത് സൗന്ദര്യമുള്ള ആള് വന്നാൽ ഞാൻ അയാളെ കെട്ടും. സമ്പത്തും സൗന്ദര്യമുള്ളവരൊക്കെ ഈ പരിസരത്ത് എന്നെ കൊണ്ടല്ലോ. ഇതൊക്കെയാണ് ഒരു ദൈവ നിയോഗം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ മായയെ വിളിക്കട്ടാ. മായേ മക്കളുടെ അമ്മ വന്നു. അയ്യോ അമ്മ വന്നു. മക്കളുടെ അച്ഛൻ വന്ന്. പാലൊന്നും ചോദിക്കല്ലേ, ആപ്പിള് മാത്രമേ ഉള്ളൂ. എന്റെ മാമ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഞാൻ ഇളക്കി വിരിച്ചോളാം. എല്ലാ പണി ഇങ്ങനെ ഒറ്റക്ക് ചെയ്യാൻ എനിക്കിവിടെ പണി വേണ്ടേ? കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ. കൊച്ചിനെ നോക്കാൻ വന്ന മോഹിനി ചേച്ചി. അതെ മോഹിനി. ഇത് കൊച്ചിനുള്ള പാലാണേ. അയ്യോ കൊച്ചിനാണെന്ന് പറഞ്ഞ. ആദ്യം ഞാൻ കുടിക്കും, എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കത്തോള്. അവൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം കണ്ടറിഞ്ഞാണ് ചേച്ചിയാണ്. എല്ലാ കാര്യവും കണ്ടറിഞ്ഞ് ചെയ്യും. എനിക്ക് അമ്മയില്ല, എന്റെ കുഞ്ഞിനെങ്കിലും അമ്മയില്ലാത്ത കുറവ് അറിയിക്കരുത് കേട്ടോ. എന്റെ കയറി പിടിക്കാം. അമ്മയില്ലെങ്കിൽ എന്തിനു പേടിക്കണം? നിനക്ക് അമ്മയും അച്ഛനും എല്ലാം ഞാൻ തന്നെ. മാമ തുണിയെടുത്താ? ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എന്തോ പറ്റി അയാളുമായിട്ട്? ചേച്ചിക്ക് വേറെ കാര്യമൊന്നും ചോദിക്കായില്ലേ? അല്ല അത് പറ കേക്കട്ടെന്ന്. ഇങ്ങോട്ട് വരട്ടെ, തിളച്ചോളം കോരൊഴിച്ച് ഞാൻ ഓടിക്കും. ഞാൻ നാളെ മുതൽ എനിക്ക് ജോലിക്ക് പോകണം. ആരെ ചോദിച്ചിട്ട് പോണത്? ഏത് കമ്പനിയിൽ ജോലിക്ക് പോണേ? അതിവിടെ കാക്കനാട്. ആണല്ലേ? ആ കാക്കനാട്. എന്താണ് എന്തോ കടിക്കുന്നു? ഇവിടെ അല്ല അതാണ്ട് ഇവിടെ ഉറുമ്പ്. എങ്ങാട് പോയി? അതാണ്ട് ഈ സൈഡിൽ കയറി പോയി. മോഹനേട്ടാ എന്താണ് വിചാരിച്ച? മോഹിനിയല്ല ഒരു സാരി വലിച്ചേറ്റൊന്നും എനിക്ക് മനസ്സിലാവൂല എന്ന് വിചാരിച്ചാ. എങ്ങനെ മനസ്സിലാക്കിയടി? എങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾ തിരിഞ്ഞ് ഇത് ഞാൻ നിങ്ങളെ ചട്ടത്തിന് കുത്തിയ പാടല്ലേ? ഇത് കണ്ട എനിക്കറിയാൻ പാടില്ലേ? അതാ ഞാൻ പറയടി, എനിക്ക് നീയും കുഞ്ഞുമില്ല പറ്റത്തില്ല. മാടി എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ടപ്പോ. എനിക്കൊന്നും കേൾക്കാനില്ലെങ്കിൽ ഇതിനെങ്കിലും ഒരു മറുപടി താടി. ഇന്നാ പിടി. എനിക്ക് ഓരോ സെക്കൻഡും നിന്നോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. പറ്റുമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം. നിങ്ങൾ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് കൊണ്ടേ കൂടെ. എനിക്ക് നിന്നെ വേണോന്ന്. മോഹിനി ചേച്ചി. അതെനിക്കറിയാലോ, ഞാനല്ലേ ഇന്റർവ്യൂ ചെയ്തെടുത്തോണ്ട് ഇങ്ങോട്ട്. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? എന്തുവാണ് രണ്ടുപേരും കൂടെ ഒരു കുശുകുശപ്പ്? അല്ല ഞാൻ എവിടെ കിടക്കൂന്ന് ചോദിച്ചതായിരുന്നു. അതെന്തോന്ന് ചോദ്യം മോഹിനി? മാമൻ കിടക്കണ കട്ടിലിന്റെ ഒരു സൈഡ് ബാലൻസ് കിടക്കയില്ലേ? മോഹിനിക്ക് ധൈര്യമായിട്ട് അവിടെ വന്ന് കിടന്നൂടെ? അവിടെയാ? അതെന്തോന്ന് സംസാരം? കല്യാണം കഴിക്കാത്തൊരു മാമൻ കിടക്കുന്ന കട്ടിലാണ് അന്യ സ്ത്രീകളെ പിടിച്ച് കിടത്തുന്നത്. ആവശ്യമില്ല സംസാരിക്കരുത്. മായയുടെ കട്ടിലിൽ മോഹിനി കിടക്കട്ടെ. അത് മതി, ഞാൻ അവിടെ കിടന്നോളാം. എന്റെ കട്ടിലിൽ കിടക്കാൻ പറ്റൂല. ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ കട്ടുമേ കിടന്നു. എന്റെ അപ്പോൾ ഉറക്കത്തിൽ നിന്റെ കുഞ്ഞ് കരഞ്ഞാലേ ഇച്ചിരി പാല് കൊടുക്കണേ, നീ എങ്ങനെ അറിയും? അതെ ഞാൻ എല്ലാം ചെയ്തോളാം. മോഹിനി പാല് കൊടുക്കൂലേ? കൊടുക്കാം, കൂടുതൽ സൈഡിൽ. അത് മാത്രമല്ല, ഇവളെ കാര്യം അറിയാം, കൊച്ചു കുട്ടികളെ പോലെയാണ്, ഒന്നും അറിഞ്ഞൂടാ. അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലേ, നമുക്കറിയാം. കൊച്ചിനടുത്തോട്ട് പോ. കുഞ്ഞിനെ എടുക്ക്. മോഹിനി എങ്ങോട്ട് പോണ്? മോഹിനിക്ക് ഇങ്ങ് വരാം. കുഞ്ഞിനെ കൊണ്ട് അകത്തോട്ട് പോണ്ടേ? ഇത് കൊച്ചിനെയും തള്ളയും മാത്രം നോക്കിയാ പോരാ, മാമനെയും കൂടെ നോക്കണം. അതിനാണല്ലോ ശമ്പളം തരുന്നത്. എന്തോ നോക്കണം? മാമന്റെ 2 കൈയും 2 കാലും ഭയങ്കര കഴപ്പാണ്. അത് വന്നപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നല്ലോ. ആ മുടന്തിയുള്ള വിരക്കം കണ്ടപ്പോ കാലിൽ എന്തോ പറ്റിയിട്ടുണ്ട്. അതല്ല, മാമ വണ്ടിയിൽ നിന്ന് വീണ് അങ്ങനെ കിടപ്പാണ്. 2 കാലിന്റെ മുട്ടിലും എണ്ണ ഇട്ട് തടവി തരണം. മുടിഞ്ഞ കിളവന് ഭ്രാന്ത്. എന്തോന്നെടുത്തെറിഞ്ഞിട്ട് പോയിക്കണത്? എനിക്ക് ഓരോ സെക്കൻഡിലും നിങ്ങളോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. പറ്റുമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം. അയ്യോ, ഇതൊക്കെ പെട്ടെന്ന് വീഴുവോ? നൂജൻ സംഭവങ്ങളല്ലേ, പെട്ടെന്ന് വീഴും. ഒരു ഉമ്മയല്ല, ഒരു ടിപ്പറിൽ ഉമ്മ കൊണ്ട് ഇറക്കും ഞാൻ. ഉമ്മ ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിക്കൂ ഞാൻ.
എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മലരാഗ സൗരഭം. അവളെന്ത് മായ നേരത്തെ പറഞ്ഞതുള്ളതാണ്. എന്തോന്ന്? മനസ്സിന് പിടിക്കാത്ത ഒരാളെ കാണാത്തോണ്ടാണ് കെട്ടാത്തേന്ന്. അത് സത്യമാണ്. ഞാൻ അങ്ങനെ ഒരാളെ കിട്ടിയ കെട്ടും. ഞാനേ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചു. എന്താ? ഒന്ന് കാണാൻ കൊതിയാവണം എനിക്ക്. അത്രേ ഉള്ളോ? ഇതൊന്ന് രണ്ട് വേണമെങ്കിൽ പിന്നെ കാണിച്ചു തരാം. അതല്ല പറഞ്ഞത്. ഇത് കണ്ട, സാരി. ഈ മനുഷ്യന്റെ ഓരോ ആ സാരിയിലല്ലേ ഈ സാരി പിടി. ഇതെന്തിന് ഞാൻ പിടിക്കണം? ഉടുക്ക് അമ്മൂമ്മയുടെ അമ്മൂമ്മ അവരമ്മൂമ്മ അങ്ങനെ കുടുംബ പാരമ്പര്യമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഈ സാരി. പഴയ സാരി എനിക്ക് എന്തിനാ തരുന്നത്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് വേണം ഈ സാരി കൊടുത്ത് അന്തസ്സായിട്ട് കയറി ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാം. കെട്ടാൻ പോണ പെണ്ണോ? ഏത് പെണ്ണ്? ഇനിയിപ്പോ കൂടെ എന്നാ പറയാ ഐ ലവ് യു ഉമ്മ എന്നാ ഭയങ്കര ഇഷ്ടമാണ്. ദൈവമേ, ഈ കിളവനൊട്ടും സമ്മതിക്കണില്ല. ഞാൻ ഒരു കാര്യം കേട്ടെ, ഇനി സമ്മതം അല്ലാന്ന് പറഞ്ഞ അപ്പോഴേ എന്നെ പിരിച്ചു വിട്ടിട്ട് വേറെ വേലക്കാരി വെക്കാം. പിന്നെ അങ്ങനെ പറയില്ല. ഞാൻ ഇത് ഉടുക്കാം. കൊടുക്കണം. ഇവിടെ വെച്ചുവിട്. ഞാൻ അപ്പുറത്ത് റൂമിൽ. അതല്ല ഇവിടെ വെച്ചുവിടുക. അല്ല, ഇവിടെ കുഴപ്പമില്ല. ഞാൻ റൂമിൽ പോയി ഉടുക്കാന്ന്. കാര്യമൊക്കെ സമ്മതിക്കണം. ഇത് ആരെടുക്കുന്നു? അയ്യോ 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 ഇതെന്താണ് മാമ ആപ്പിളും തേങ്ങാമുറിയൊക്കെ ഇട്ട് വന്നേക്കണേ? അങ്ങോട്ട് പോവല്ലേ? മോഹിനി ചേച്ചി എവിടെ? 1.5 കിലോ ആപ്പിളുമായിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ചെന്ന് കയറി കൊടുക്കല്ലേ? മോഹിനി ചേച്ചി, മോഹിനി ചേച്ചി, അയ്യോ ഇതെന്താ സാരി ഇതൊക്കെ? മാമനുണ്ടെന്ന്. ഇത് മാമനല്ല, ഇത് കാമദേവൻ. എടാ, നിനക്കൊരു ആണിനെയും പെണ്ണിനെയും കണ്ട ഇയാൾക്ക് തിരിച്ചറിഞ്ഞൂടോ? അത് ശരി. ഇറങ്ങണ വെളിയിൽ. ഇറങ്ങി വെളിയിൽ. അങ്ങനെ ചുമ്മാ ഇറങ്ങി പോത്തില്ല. പോണെങ്കിൽ എവളെയും കുഞ്ഞിനെയും കൊണ്ടേ പോകും. അതും അല്ലെങ്കിൽ മാമനെ കൊന്നിട്ടായാലും ഞാൻ പോകും. അയ്യോ, ആ മോഹനേട്ടാ, അതെന്ത് വർത്താനാണ് ഈ പറഞ്ഞത്? എന്റെ മാമനെ കൊല്ലുന്നൊക്കെ പറയണത്? ഞാൻ പറയൂടി. എടി, ഇങ്ങനെ ഒറ്റൊരുത്തനാണ് നമ്മളെ രണ്ട് വഴിക്കാക്കിയത്. ആര് പറഞ്ഞു? എന്റെ മാമൻ നമ്മൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തോട്ട് കയറി വന്നത്. നിങ്ങളെ ചെറിയ മാമനില്ലേ അങ്ങനെ ഒരു ബഹുമാനം കാണിക്കാണ്ട് ചീത്തയും പറഞ്ഞ് ഇറക്കി വിട്ടറിയാവോ? അങ്ങനെ പറഞ്ഞോട്. ഈ ചെറിയ മാമ 3 വർഷമായിട്ട് ദുബായിലാണല്ലേ? പിന്നാരാ മാമ ഇറക്കിവിട്ട്? അത് പറ. വെറുതെ അല്ല, ഇങ്ങനെ വീട്ടിൽ ഒത്തുതീർപ്പിന് വന്ന് വേലക്കാരി ചായ കൊടുത്തപ്പോ കയ്യെ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ ആൾക്കാരെല്ലാം കൂടി അടിച്ചോടിച്ചു വിട്ടത്. അതിന് ഒരു വ്യക്തമായ കാരണം മാമന് പറയാനുണ്ട്. ചായ കൊണ്ടുവന്നപ്പോ കടിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ആ മടലിന് അടി കിട്ടിയപ്പോ തീർന്നല്ലേ ഈ പറഞ്ഞ സംഭവം? അതാണ് ഞാൻ പറഞ്ഞത്. എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ പ്രശ്നം തീരുന്നതിന് മുന്നേ ഈ മാമനെ ആദ്യം കെട്ടിച്ചുവിടണം. അതോടെ പകുതി പ്രശ്നവും തീരും. പിന്നെ ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കുന്നൊക്കെ. എപ്പോഴാണ് നമ്മൾ പോണത്? എവിടെ പോണത്? മാമന് പെണ്ണ് കാണാൻ. മാമന് വയസ്സാങ്കാലത്ത് പെണ്ണിട്ടിട്ട് എന്തിനാണ്? ഇത്തിരി ചൂടുവെള്ളം അനത്തി തരാൻ വയസ്സാങ്കാലത്ത് ആരെങ്കിലും ഒക്കെ വേണ്ടേ? മാമ അതുകൊണ്ട് പേടിക്കണ്ട. മാമന് നല്ല ഒന്നാന്തര ഹീറ്റർ ഞാൻ വെച്ചു തരാം. പോരെ? മോഹിനി കഴിച്ചു. മോഹിനിയല്ല, മോഹനെ. മോഹൻ ഒരു നല്ല കൈഡി. സോറി, മോഹിനിക്ക്. നല്ലതായിരുന്നു കേട്ടോ. നല്ല ത്രെഡായിരുന്നു നിങ്ങളുടേത്. നമ്മളിതിനു മുമ്പ് നേരത്തെ കണ്ട പോലത്തെ ഒരു സാധനം, പക്ഷെ ആ കുപ്പിക്കകത്ത് ഇറക്കാൻ ശ്രമിച്ചില്ല. മാറ്റി വെച്ച് വേറെ സ്റ്റൈലിൽ ഇറക്കി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പറയാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾ 3 കോമ്പിനേഷൻ പരിപാടികൾ ഗംഭീരമായിരുന്നു. ഇതിൻ്റെ ത്രെഡ് നല്ല രസമുള്ളൊരു ത്രെഡ് എടുത്ത്. അപ്പോൾ സുധീഷിൽ നിന്ന് ഇങ്ങനെ ഒരു ഫീമെയിൽ വേഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് ഈ ചൂപ്പാടൊക്കെ കളഞ്ഞു കേട്ടോ. സുധീഷിൻ്റെ പെർഫോമൻസിന് ഒരു ഉഗ്രം കൈഡി. ഇന്നത്തെ താരം നിങ്ങളിൽ സുധീഷ് തന്നെയാണ്. പിന്നെ ഈ അമ്മാവൻ്റെ പരാക്രമമൊക്കെ ശരിക്കും സ്വാഭാവികമായിട്ട് ഭയങ്കര രസമായിരുന്നു. എനിക്കൊന്ന് ദീപ്തി കിച്ചുള്ള പെർഫോമൻസ് ചെയ്യാനുള്ള സാധനം കൂടെ കിട്ടാമായിരുന്നു. അങ്ങനെയുള്ള ഒരു 3 പേരെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് മാർക്ക് ഇച്ചിലൂടെ സ്കോർ ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ പെർഫോമൻസ് ബേസിൽ നിങ്ങൾ 3 പേരും എസ്പെഷ്യലി ബിജുവും സുധീഷും ഇന്ന് അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു. കാര്യം നമ്മൾ ഒരു ചിരി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഒരു തമാശ വരുമ്പോഴും നമ്മൾ കുറേ നേരം നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് തന്നെ അടുത്ത ചിരിക്കുക, നമുക്ക് അങ്ങോട്ട് ചിരിക്കാൻ തന്നെ അങ്ങോട്ട് ഒരു മടി പോലെ അങ്ങ് വരും. ഒരു ചിരി കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് വന്നിട്ട് പിന്നെ ഈ ഇടയ്ക്ക് പാട്ട് വരുന്നു. അതൊക്കെ കുറേ മുൻപുള്ളൊരു സ്റ്റൈലാണല്ലോ ഒന്ന്. അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ഗംഭീര പൊട്ടിച്ചിരികൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക്. എന്തായാലും അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് പറഞ്ഞു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ഈ സ്കിറ്റിന്റെ മാർക്സ് നസീർക്ക? ഞാനൊരു 12 മാർക്ക് കൊടുക്കുക. 12,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാൻ ഇവർക്ക് ഒരു 10,000 രൂപ കൊടുക്കും. ടോട്ടൽ 22,000 രൂപ. ചേട്ടാ? ഞാൻ അങ്ങോട്ട് ഇട്ടു. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം ഉഗ്ര നൈറ്റുമായിട്ട് വരും. ഓക്കെ, ശരിടാ, വർക്കായി സാധനം. ഓക്കെ, ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നാ മതിയോ? ഇവരെ പറഞ്ഞു വിടണ്ട. ഇവർക്ക് തിയേറ്റേഴ്സിൽ പോകാനുള്ള കാര്യം കണ്ടിറങ്ങി വരുന്ന പ്രേക്ഷകരെ കണ്ട് അവർക്ക് സന്തോഷം നേരിട്ട് ഏറ്റുവാങ്ങണ്ടേ? അപ്പോ ബേസിൽ ബ്രോ, ലിജോ ആൻഡ് അമ്പാൻ 3 പേർക്ക് ഇങ്ങോട്ടേക്ക് വരാം പ്ലീസ്.
പറയൂ, കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തു. എങ്ങനെയുണ്ട് ഇത് ഐറ്റം വേറെ? നല്ലതായിരുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു. സ്കിറ്റ് നല്ലതായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അത്രയും വലിയ അമിതഭാരം ഇല്ലാതിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. ഉണ്ണിക്കണ്ണന്റെ മിമിക്രി വളരെ നല്ലതായിരുന്നു. ആ ഫാമിലി തന്നെ മൊത്തത്തിൽ നല്ലൊരു ഫാമിലി ആയിരുന്നു. കുട്ടിയുടെ പെർഫോമൻസ് ഭയങ്കര ഗംഗ ശശിധരൻ എന്താ പറയുക, ഇത്രയും ലൈവായിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. താങ്ക് യു. ഇത് വേറൊരു ഐറ്റം തന്നെയായിരുന്നു. ഞാനങ്ങനെ പൊതുവെ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോയിരിക്കുന്നത് വളരെ കുറവാണ്. എന്തായാലും ഇവിടെ വന്നിരുന്ന കുറച്ച് സമയം കുറേ ചിരിച്ചു. അതേപോലെ ബേസിൽ പറഞ്ഞ പോലെ ഗംഗ മോളുടെ പെർഫോമൻസ് കണ്ട് ഞെട്ടി. ഉണ്ണിക്കണ്ണൻ്റെ പെർഫോമൻസ് ആണെങ്കിലും വളരെ നന്നായിരുന്നു. ഇവിടേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. ഈ ഫ്ലോറിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. അതേപോലെ സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. എല്ലാവരും പോയി തിയേറ്ററിൽ കാണുക. താങ്ക് യു. ഇത് ഐറ്റം വേറെ. ഷാജുൻ ചേട്ടാ, പ്രചോദേട്ട, നസീർക്ക, വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കുക, ഭാഗമാകാൻ പറ്റിയതിൽ. എല്ലാവരും പ്രോഗ്രാം അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിക്കലി ഭയങ്കര ഇതായി പോയത് ഗംഗക്കുട്ടിയുടെ പരിപാടിയായിരുന്നു. അതിൽ എപ്പോഴും മാറിയിട്ടില്ല, ഒരു രക്ഷയില്ല. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഉണ്ണിക്കണ്ണനാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അടിപൊളിയായിരുന്നു. ഇനിയും ഇവിടെ വരാൻ പറ്റട്ടെ. ജീവ, താങ്ക് യു. അപ്പോൾ സന്തോഷം. ഫ്ലവേഴ്സ് ടിവിക്കും എല്ലാവർക്കും നന്ദി. എല്ലാവരും പടം പോയി കാണണം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സന്തോഷം. 2025 ആദ്യത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്ന് പൊന്മാൻ തൂക്കട്ടെ. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ്. അല്ലേ? അപ്പൊ ഉഷാർക്ക് ഉഷാർ. 3 പേർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാജു ചേട്ടാ, പ്രചോദേട്ട, നസീർക്ക, ജീവ, എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമുക്ക് എന്നാ പതിയെ വീട്ടിലേക്ക് പോയേക്കാം അല്ലേ? അപ്പോ കുറെ കൂടുതൽ ചിരിക്കാൻ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും, കിടിലൻ സ്കിറ്റുകളുമായിട്ട്. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.